അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ഈ ചോദ്യത്തിന് ചില എക്സാമ്പിളുകളിലൂടെ നമുക്ക് ഉത്തരം നൽകാം. ആദ്യത്തേത് നമ്മൾ തമ്മിൽ. പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒരുമിച്ച ഈ ഒരു ചിത്രം റിലീസ് ആവുന്നത് 2009 പക്ഷേ തീർച്ചയായും ഇതിലെ പൃഥ്വിരാജിന്റെ ലുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതേതാണ്ട് 2003-4 കാലഘട്ടങ്ങളിൽ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയ ഒരു ചിത്രമാണ്. അടുത്തത് തെക്കേക്കര സൂപ്പർ ഫാസ്റ്റ്. ചിത്രം പുറത്തിറങ്ങുന്നത് 2004 ആൻഡ് ഈ പടത്തിലെ ദിലീപിന്റെ ലുക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം 90കളിൽ എവിടെയോ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തൊരു ചിത്രമാണിതെന്ന്. ഇനി അടുത്തത് കോരപ്പൻ ദ ഗ്രേറ്റ്. സത്യം പറയാലോ ഇതെന്റെ ഒരു ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് മൂവി ആയിരുന്നു. 2001 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. എന്നാൽ ഈ സിനിമ ഒരു ഡിലേഡ് റിലീസ് ആണെന്നതിലുള്ള തെളിവുകളൊന്നും ഓൺലൈനിൽ അവൈലബിൾ അല്ല. പക്ഷേ ഇതിലെ മുകേഷിന്റെ ലുക്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഡിലേഡ് റിലീസ് ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. കാരണം 2001 പുറത്തിറങ്ങിയ മറ്റ് മുകേഷ് ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ ഫേസ് കട്ടും ഫിസിക്കും ഒക്കെ നോക്കുമ്പോൾ ഈ സിനിമയിൽ നിന്ന് അത് ഒരുപാട് വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. ഇനി അടുത്തത് കടത്തനാടൻ അമ്പാടി. 1990 തിയേറ്ററുകളിൽ എത്തിയ ഈ ഒരു ചിത്രവും ഒരു ഡിലേഡ് റിലീസാണ്. അപ്പോൾ ആകെ മൊത്തം പറഞ്ഞ ഡിലേഡ് റിലീസുകളുടെ ഗതിയെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 10 വർഷത്തിന് മേലെ പഴക്കമുള്ള ഈ ജോൺ ഇനി വന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഷൂട്ട് കഴിഞ്ഞ് ഒരുപാട് കാലം പെട്ടിയിൽ കിടന്നു എന്നുള്ളത് മാത്രമല്ല, അനൗൺസ് ചെയ്തതിനു ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കാതെ ഷൂട്ട് നീണ്ടു പോയ പടങ്ങൾക്ക് നേരെയും ഒരു തണുപ്പൻ റെസ്പോൺസ് പ്രേക്ഷകർക്കുണ്ടാവും. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു വിലായത് ബുദ്ധ. 2021 ആദ്യം അനൗൺസ് ചെയ്ത ആ ഒരു ചിത്രം അക്കാലത്ത് തന്നെ ഇറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതിലും നല്ലൊരു റിസൾട്ടും റിസപ്ഷനും ഉണ്ടാക്കിയേനെ. പക്ഷെ ഒടുക്കം ആ സിനിമ ഇറങ്ങിയത് 2025 അവസാനമാണ്, എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 5 വർഷങ്ങൾക്ക് ശേഷം. സോ ഈ അണിയറ പ്രവർത്തകർ തന്നെ താല്പര്യം കാണിക്കാത്തൊരു ചിത്രത്തെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കും എന്ന് ചിന്തിക്കുന്നതും ബുദ്ധിമുട്ടാണ്.